ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സമയം കുറച്ച് ലേറ്റായി, ഏകദേശം 1 മണി 1:10. അപ്പം എനിക്ക് ഉറക്കം വരാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കൈക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തുടച്ചും മാന്തിയും ഒക്കെ എടുത്തത് കൊണ്ട് കുറച്ച് പെയിന്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോസിനോടും നിങ്ങൾക്ക് മറുപടി തന്നേക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇതിന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടാൻ ചാൻസ് ഉള്ളൊരു വീഡിയോ ആണ്. പോരാത്തതിന് എൻ്റെ എനിമിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോയുമാണ്. അപ്പം വീഡിയോയുടെ തംബ്ലൈൻ എങ്ങനെയാണ്? പുള്ളക്കുള്ള മറുപടി. ഒരു പുള്ള ചേച്ചിയെ കുറേ കാലമായി എന്നെ ഇങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭിഹേത്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ പുള്ള ചേച്ചി ഏതാ പുള്ള എന്നുള്ളത് നമ്മൾ അറിഞ്ഞ സമയത്ത്, ഞാനത് കുറേ കാലമായി അറിഞ്ഞിട്ട് പുള്ള ചേച്ചി ഏതാ ലെവള് എന്നുള്ളത്. ശരിക്കും നമ്മുടെ പച്ച മലയാളത്തിൽ പറയാച്ചാൽ, നാടൻ ഭാഷയിൽ പറയാച്ചാൽ, വേശ്യാവൃത്യ ചെയ്യുന്ന ഒരു സ്ത്രീ എന്നാണ് ആ പുള്ള, അവളുടെ യഥാർത്ഥ ന്യായം. വേശ്യാവൃത്യ ചെയ്യുന്ന പെണ്ണ്, പച്ച മലയാളത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമ്പം വരിക. അങ്ങനത്തെ ഒരു സ്ത്രീ എന്നെ ഉപദേശിക്കാൻ വന്നു. അതും പോരാത്തതിന് ഒരു കൊലപാതകിയായ ഒരു സ്ത്രീ, ഒരുത്തനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനെ കയ്യും കലാശവും കാണിച്ച് 3.5 വയസ്സുള്ള കൊച്ചിനെ ഇട്ടേച്ച് പോയി ഇതാക്കിയ ഒരു പുള്ളച്ചേച്ചി. അപ്പോൾ ആ പുള്ളച്ചേച്ചിക്ക് ഒരു മറുപടി കൊടുത്തതിന് വന്ന കമൻറ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. എന്താ, ഷാഹിദ, ആരാന്നാണ് ചോദിച്ചത്. പുള്ളച്ചേച്ചി ആരാന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളച്ചേച്ചി ആരാന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞല്ലോ. നാടൻ ഭാഷ പറയാച്ച വേശ്യ എന്നാണ് പുള്ളച്ചേച്ചിനെ പറ്റി പറയാം. ജാസ്, സലീം ആരാ? സലീം ഏത് സലീമിനെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അബ്ദുൽ സലീം ആണെങ്കിൽ ഷീസ് മൈ ഹസ്ബൻഡ് അല്ല, ഞാൻ ഹസ്ബൻഡാണ് എന്നല്ല അർത്ഥം. ആട്ടെ, എൻ്റെ ഭർത്താവായിട്ട് വരും, എൻ്റെ കൊച്ചുങ്ങളുടെ അച്ഛനായിട്ട് വരും. അങ്ങനെയാണ് എനിക്കതിനുള്ള മറുപടി. ബീന രാജു, ഇനി ഗുരുവായൂരേക്ക് പോക്ക് ദുഹ ഹവാന്ന് നമ്മൾ അങ്ങനെ പറയില്ലേ, പുകയായിപ്പോയിന്ന്. വെയിറ്റ് ആൻഡ് സീ 24 hours. വെയിറ്റ് ആൻഡ് സീ 24 hours. ഇതിനുള്ള മറുപടി കിട്ടിക്കല്ലോ. ബീന രാജു, സോറി അർജുനായിപ്പോയി. ബീന പിന്നെ വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് വായി. 24 hours വെയിറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നാമി, കുട്ടികളെ ഉപേക്ഷിച്ച് കാണില്ല. ചെലീം കാക്കനെ അടിച്ചോടിച്ചു. ഞാൻ അടിച്ചോടിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. മേ ബി അദ്ദേഹത്തെ അടിച്ചോടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മേ ബി അടിച്ചോടിക്കാം. പക്ഷേ ഇതുവരെ എനിക്ക് സലീം ഖാൻ അടിച്ചോടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ സ്റ്റേ ചെയ്യുന്നതും ഈ വീട് സലീമിൻ്റേതാണ്. പക്ഷേ സലീമിനെ കൊന്നിട്ടൊന്നുമല്ല ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. സലീം ഇപ്പോഴും ജീവനോടൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളച്ചേച്ചി അങ്ങനെയല്ല. ജസ്റ്റിൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ടൊരു പയ്യനെ കണ്ണും കയ്യും കലാശവും കാണിച്ചിട്ട് മഴക്കിയെടുത്ത് എന്നതിന് ശേഷം എന്താക്കി? അതാണ് പുള്ളച്ചേച്ചി. നെക്സ്റ്റ് കമൻറ്റ് 10% ഉള്ളൂ ഗേസ് ഫോണിൽ. സിയ ഫാത്തി, ഇത് ആരാ? ഇതിനൊന്നും വേറെ പണിയില്ലേ? ഇത് ആരാ? ഞാനാണെങ്കിൽ ജസ്ന സലീം, ഡോട്ടർ ഓഫ് അബ്ദുൽ മജീദ്. ഇനി പുള്ളച്ചേച്ചി ആരാന്ന് വെച്ചാൽ വേശി. ഈ 2 വാക്കിൽ നമുക്കൊറ്റുത്തരമേ ഉള്ളൂ.
നമ്മളിപ്പോൾ പറയല്ലേ, എന്തിൻ്റെങ്കിലും പര്യായ പദം പറയൂ എന്ന് പറയുമ്പം ചിലപ്പം ചിലതിന് 2-3 പര്യായ പദം നമുക്ക് പറയാൻ കിട്ടാറില്ലേ. അതോണം പുള്ളക്ക് പറയാനുള്ള പേര് വെടി, വേശി, ഇവ രണ്ടുമാണ്. കൊലപാതകി അതും കൂടി കൂട്ടിക്കോ. ഒരു എന്താ പറയുക, പുട്ടിനിടയിൽ തേങ്ങ ഇടുക എന്ന് പറയുന്നതിൻ്റെ അതിൽ കൊലപാതകി എന്നും കൂടി കൂട്ടിയേക്കാം. അടുത്തത് സബീന. അപ്പം നിന്നെ പൊലിയാടിച്ചി എന്നാ പറയുക. എന്നെ പൊലിയാടിച്ചി എന്ന് നിങ്ങൾ പറയുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ജസ്ന സലീം എന്നാണ്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് നോക്കിയിട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റൂലോ. ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്ന് പറഞ്ഞത് പോണം ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കുന്നത് ജസ്ന സലീമേന്നാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം വേണ്ട, അതൊരു വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ച് കേൾപ്പിച്ചും തരാം. അത് വേറെ എന്നെ എന്തൊക്കെ വിളിക്കൂ എന്നുള്ളത്. അപ്പോൾ ഷബീനക്കുള്ള മറുപടിയും കിട്ടിയല്ലോ. ആബിദ. എടി നിന്നെയൊക്കാളും എത്രയോ നല്ലതാണ് ലസിത. അല്ലെന്ന് ഞാൻ പറഞ്ഞോ? എപ്പോഴും പറഞ്ഞോ? ലസിത എന്നെക്കാട്ടിലും നല്ലതാണ്. കാണാൻ ഭംഗിയുണ്ട്, 2 ഭർത്താക്കന്മാരുണ്ട്, നല്ലതാണ്. കുനിഞ്ഞു നിന്ന് ശീലമുള്ളതല്ലേ, നല്ലവരായിരിക്കും. എനിക്കറിയില്ല. ഏതായാലും എന്നെക്കാട്ടിലും നല്ലതാണല്ലോ. നമ്മളെന്ത് പാവത്തുങ്ങൾ, നമുക്ക് സൗന്ദര്യമില്ല, പണമില്ല, നാം ആരുടെ, നാം പാവം, അത്രയേ ഉള്ളൂ. അപ്പം ലസിത ചേച്ചി വോട്ടൊന്ന് നിങ്ങൾക്ക്. വന്നക്ക്. എന്താ നസറു മൻസൂർ സൂപ്പർ ഉമ്മർ 9679. സുരേഷ് ഗോപിക്കും BJPക്കും ഇനി വോട്ട് ചെയ്യരുത് എന്ന് ജസ്ന പറയുന്നു. അതെ, സുരേഷ് ഗോപിക്കും BJPക്കും വോട്ട് ചെയ്യരുത് എന്ന് ജസ്ന പറഞ്ഞു എന്ന് ഇയാൾ പറയുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫാത്തിമ. ഇവൾ രണ്ടും കെട്ട ജന്മം. അതെ, അത് സത്യ ഫാത്തിമ, ഞാൻ രണ്ടും കെട്ട ജന്മമാണ്. ഈ ട്രാൻസ്ജെൻഡർ നമുക്ക് കേട്ടിട്ടുണ്ടോ? ഞാൻ ജനിച്ചു വളർന്നത് രൂപഭാവം കൊണ്ട് ഒരു സ്ത്രീ രൂപമാണ്. പക്ഷേ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു പുരുഷനായിട്ട് എന്ന് പറയാൻ പറ്റില്ല, സ്വഭാവമൊക്കെ സ്ത്രീകളുടേത് തന്നെയാണ്. പക്ഷെ പുരുഷൻ്റെ കടമ നിറവേറ്റി നടക്കുന്നൊരു വ്യക്തിയാണ്. കാരണം 1 അല്ല 2 അല്ല 3 കുടുംബങ്ങളെ ഒരുമിച്ച് കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുകയും കുട്ടികൾക്ക് ഉമ്മയായിട്ടും ബാപ്പയായിട്ടും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൊച്ചുങ്ങളുടെ അച്ഛൻ ദുബായിലായതുകൊണ്ട് അവർക്ക് അച്ഛനില്ല എന്നുള്ളൊരു വിഷമം ഞാൻ വരുത്താറില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കുമ്മ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അരുണിന് ഒരിക്കലും സമയം കിട്ടാറില്ല അവളെ ഒന്ന് ബൈക്കിൻ്റെ മുകളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പോഴല്ല കേട്ടോ, കുറച്ചുകൂടി കുഞ്ഞായ സമയത്ത്. അപ്പോൾ എൻ്റെ ഫാസിനോക്ക് ഓക്ക് താല്പര്യമില്ല. ഈ ലേഡീസിൻ്റെ ബൈക്കിന് എന്താ പറയുക 2 വീലർ. മാമാ എന്തോ അവൻ പോയി. ലേഡീസിൻ്റെ വണ്ടിയല്ല, ബൈക്കുമ്മൽ പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഡേ മാമാ, ലേഡീസിൻ്റെ വണ്ടിക്ക് എന്താ പറയാ 2 വീലർ? ലേഡീസിൻ്റെ വണ്ടിക്ക് എന്താ പറയാ 2 വീലർ? ലേഡീസിൻ്റെ വണ്ടിക്ക് എന്താ പറയാ 2 വീലർ? സ്കൂട്ടിന്ന്. ഓക്കെ, ആ വാക്ക കിട്ടാത്തത്. അപ്പം അവൾക്ക് സ്കൂട്ടിമ്മ പോകാൻ താല്പര്യമല്ല, കാരണം എൻ്റെ കയ്യിലൊരു സ്കൂട്ടി ഉണ്ട്. അപ്പം ഇവക്ക് ബൈക്കിൻ്റെ മുകളിൽ പോകണമെന്ന് തന്നെ ആഗ്രഹം. ഞാൻ ഓർക്കാതെ പറയാം, മിണ്ടാതിരിക്കേ, നീ നിന്റെ പണിയിടാം. അത് കണക്റ്റ് ആയില്ല.
അപ്പം 18,000 മുതലായില്ലേ. എൻ്റെ 18,000 രൂപയുടെ ഹെഡ്സെറ്റ് അവൻ്റെ 30,000 രൂപയുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ പോയതാണ് അവന്. പക്ഷേ കണക്റ്റ് ആയില്ല. അപ്പോൾ സംഭവം അവൾക്ക് ബൈക്കിൻ്റെ മുകളിൽ പോകാൻ ഇഷ്ടം. അപ്പോൾ പപ്പ ഇവിടെ ഇല്ലാത്ത കാരണവശാലും അരുണിനോടല്ലാതെ വേറൊരാളോട് എനിക്ക് പറയാനില്ല. പിന്നെ ഷാനു സീനു ഒക്കെ ആണ്, അവരൊക്കെ നാട്ടിലാണുള്ളത്. അപ്പം ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാ കുട്ടികളുടെയും അച്ഛന്മാർ വന്നിട്ട് വൈകിട്ട് കുട്ടികളെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പരാതി. അപ്പം ആ പരാതി മാറ്റാൻ വേണ്ടിയിട്ട് ഡോറടിച്ചിട്ട് മാവാ, ആ പരാതി മാറ്റാൻ വേണ്ടിയിട്ട് പ്രേതത്തിൻ്റെ സിനിമയാണ്. ആ പരാതി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അരുണിൻ്റെ കയ്യിൽ R15 ഉള്ളത്. അപ്പം ഞാൻ എന്താക്കി, ഇവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-ലോ 3-ലോ ആ ഒരു സമയത്ത് ഞാൻ എന്താക്കി, R15 എടുത്ത് പോയി. ഇവള് എന്നും ഞാൻ സ്കൂട്ടിയായിട്ട് ചെല്ലുന്ന ആ ഒരു രീതിയിൽ ഇവള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെല്ലുന്നത് R15ൻ്റെ മുകളിൽ. അവളാകെ എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് സ്തംഭിച്ച് നിന്നു. കാരണം പിന്നീട് നോക്കുന്നത് കുട്ടികളെയാണ്. ഇങ്ങനൊരു നോട്ടം നോക്കിയതിന് ശേഷം അവൾക്ക് എന്താ അവളുടെ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കണം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണും, എൻ്റെ ഉമ്മയാണ് വരുന്നത്. പോരാത്തതിന് സ്പോർട്സ് ബൈക്കാട്ടോ R15 എന്ന് പറയുന്നത്. നോർമൽ ഉള്ള ബൈക്കിൻ്റേതല്ല. അത് ബൈക്കിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ലെൻഷാനെ നിൻ്റെ ഉമ്മ R15 ഉമ്മലോ എന്ന്. അപ്പം അവൻ അതിനെക്കാട്ടിലും പൊങ്ങി. അപ്പം ഒരാളെ മുമ്പിലും ഒരാളെ ബാക്കിലും വെച്ചിട്ട് ഞാൻ പോന്നു. എനിക്ക് R15 മോളെ മുൻപിൽ വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പരിപാടിയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയാൽ പണ്ടത്തെ കാണാം. ഞാൻ അവരെ മുമ്പിലും ബാക്കിലായിട്ട് കൊണ്ടുവന്ന്, രണ്ടാളെ ഇനി ബാക്കിലാണോ എന്ന് അറിയില്ല, മുമ്പിലാണോ എന്ന് അറിയില്ല. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് തപ്പി പിടിച്ചിട്ട് ഓൺ വോയിസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ അതിലിടാം. അപ്പം ആണും പെണ്ണും കെട്ടവൾ എന്ന് പറഞ്ഞതിൽ, അല്ല ഇവൾ രണ്ടും കെട്ട ജന്മം എന്ന് പറഞ്ഞതിൽ സത്യമാണ് ഫാത്തിമ. അപ്പം ഞാനൊരു വാപ്പയുടെ സ്ഥാനം അവിടെ വഹിച്ചു കൊടുത്തു. പിന്നീട് എപ്പോഴും സിസ്റ്ററിൻ്റെ മോൻ്റെ അടുത്ത് ജാവയാണുള്ളത്. ജാവ എന്ന് പറഞ്ഞതും ഒരു വണ്ടിയാട്ടോ. ജാവ മറ്റേ പറയുന്നുണ്ടല്ലോ പവർഫുള്ളാണ് എന്നൊക്കെ. അപ്പോൾ ആ ബൈക്ക് ഹാൻഡിൽ ചെയ്യണ കുറച്ചും മെനക്കെടാണ്. ഇനി ഇതൊക്കെ ഞാൻ തള്ളാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എടുത്ത് നോക്കിയാൽ കാണാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇനി അടുത്തത് മൈ വേൾഡ്. ആദ്യം ഒന്ന് വൃത്തി ആക്കൂ നീ. ഞാൻ എന്താ വൃത്തിയാക്കേണ്ടത്? ഞാൻ ഇങ്ങനെയാണ് ബായി. എൻ്റെ തലമുടിയൊക്കെ കണ്ടില്ലേ? ഞാനാണെങ്കിൽ മറ്റേ സെറൊക്കെ മേടിച്ച് തലയിലൊക്കെ തേച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. ആ സെറ എൻ്റെ മോനും അരുണും തീയും തെരുകിടതവും അതവർ തീർത്ത്. എൻ്റെ മുടി ഇങ്ങനെയാണ് ഗായ്സ്. ഞാൻ പലരും എനിക്കിട്ട പേരുണ്ട്, യക്ഷി, ഭദ്രകാളി എന്നൊക്കെ. ഏകദേശം ആ ഒരു ലുക്കിലേക്കാണ് എൻ്റെ മുടി പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലർ പറയും ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ കേട്ടോ, ദേവീ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണെന്നൊക്കെ. ഏതോ എനിക്കറിയില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ലസിതേച്ചിനോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ പെണ്ണുങ്ങളുടെ അടുത്തും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആ പെണ്ണുങ്ങളെ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. ഒരിക്കൽ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലസിത ന്യൂ എന്നാട്ടോ ഈ സേവ് ചെയ്യാനുള്ള കാരണമൊക്കെ വേറെയാണ്. ഞാൻ വേറൊരു ആവശ്യത്തിനായിരുന്നു ആ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം ഞാൻ ലസിത എന്നടിക്കാൻ പുറപ്പെട്ടപ്പം ഞാൻ പറഞ്ഞു വേണ്ട ലച്ചു എന്ന്. അപ്പം മോൻ ചോദിച്ചു ആരമ്മ ലച്ചു? ഞാൻ പറഞ്ഞടാ ലസിത പാലക്കൽ ലച്ചു. അപ്പോൾ അവന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അതുവരെ ഞാൻ എനിമി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ സ്ത്രീയെ. നമ്മൾ തുറന്ന് പറയുന്നതിന് എന്താ, എൻ്റെ റോൾ മോഡലായിരുന്നു ഒരു കാലത്ത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. കാരണം എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും തിരിച്ച് ഈ റബ്ബർ പന്തിൻ്റെ മാതിരത്തെ ഒരു ആ സ്ത്രീയെ നമ്മൾ റബ്ബർ പന്ത് എന്ന് തന്നെ ഉപമിക്കണം. കാരണം എറിഞ്ഞതിനെക്കാട്ടിലും സ്പീഡിൽ തിരിച്ച് ആ പെണ്ണുങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്. എനിക്കല്ല കേട്ടോ, എനിക്ക് തന്നാൽ മണ്ണും ഉണ്ടാക്കുകയാണ്. അപ്പം
അതവള് അതുകൊണ്ട് എനിക്ക് ഭയങ്കര റോൾ മോഡലായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ വീണ്ടും എനിമിയായിട്ടോ ഈ ഗുരുവായൂരത്തെ വിഷയത്തിൽ. ആ ഗുരുവായൂരത്തെ വിഷയത്തിൽ എനിമി ആവാൻ കാരണം ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഡിലീറ്റും ചെയ്തിട്ടില്ല. വേറൊരു ചാനലുകാർ അങ്ങനെ എടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ എന്നോട് പറഞ്ഞു, നീ ഞങ്ങൾ ഹിന്ദുക്കളെ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ പാർട്ടിക്കാരെല്ലാവരോടും അവരങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഡയലോഗ് അടിച്ചു. അപ്പോൾ ആ ഡയലോഗ് അതേപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് പിന്നീടും ആ സ്ത്രീ പിന്നെ എന്നെക്കുറിച്ച് വീഡിയോ വീണ്ടും ചെയ്യൽ തുടങ്ങി. പിന്നെ നമ്മളെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ, ഇപ്പം 1:25 ഒരു 12:00 ഞാൻ ചെറിയൊരു ട്രോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. പക്ഷേ ട്രോള് കൊടുക്കുമ്പോഴും സത്യസന്ധമായിട്ട് പറയാച്ചോ, ഇത് ആ പെണ്ണുങ്ങൾ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഒരു കാലത്ത് നമ്മളിപ്പം നമുക്കൊക്കെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ഒരു 3-ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാൻ ഒരാളെ പ്രണയിച്ച ഒരാളാണ്. 3 വയസ്സ് തൊട്ടിട്ട് 10 വയസ്സ് വരെ അല്ല, 11-12 വയസ്സ് വരെ ഞാൻ ഒരാളെ പ്രണയിച്ച ഒരാളാണ്. ആ വ്യക്തിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നും പറഞ്ഞതാണ്. അവനില്ലാതെ ഞാനും ഞാനില്ലാതെ അവനും ജീവിക്കില്ല എന്ന് വിചാരിച്ച ആൾക്കാരാണ്. ഒരുപാട് ഞങ്ങൾ പന്തൽ കെട്ടി അച്ഛനും അമ്മയായിട്ട് ജീവിച്ച ആൾക്കാരാണ്. കുറേ ബൊമ്മക്കുട്ടികൾ ഞങ്ങളെ കുഞ്ഞുങ്ങളായൊരു കാലമാണ്. അപ്പം അങ്ങനെ അത്രത്തോളം പ്രണയിച്ച, അപ്പം നമ്മളുടെയൊക്കെ ലൈഫിൽ പ്രണയമുണ്ടാവും. അതേപോലെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു പ്രണയമാണത്. അപ്പോൾ ഇപ്പം എനിക്ക് അവനെ കാണുമ്പോൾ പഴയ കാലം ഒക്കെ ചെറുതായിട്ട് ഒന്ന് എന്തോ ഒരു ഈ നെസ്റ്റേ പറയല്ലേ, അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ആ ഒരു ഫീല്, അതേപോലെ നെഞ്ചത്തുനിന്നൊരു പടച്ചിലാണ്. ഇതെൻ്റെ നാട്ടുകാർ കണ്ടാൽ മോശാട്ടോ, കാരണം എല്ലാവർക്കും അറിയാം അവൻ ആരാണ് എന്നുള്ളത്. അവൻ്റെ വൈഫിനെ സഹിതം അറിയാം. എൻ്റെ ഉമ്മയൊക്കെ പണ്ട് എന്നെ കളിയാക്കായിരുന്നു. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഷോർട്ട് ഹെയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഷോർട്ട് ഹെയർ ആക്കട്ടെ എന്ന് ഒരുപാട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടാന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ചന്തിക്ക് താഴെ വേണം മുടി. അപ്പം ഞാൻ ചോദിക്കും, എനിക്ക് എന്നാ ചന്തിക്ക് താഴെയായിട്ട് മുടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, ഇന്ന വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാലത്ത് നിനക്ക് ഉണ്ടാവും എന്നൊക്കെ പറയായിരുന്നു ഉമ്മ. അപ്പോഴൊക്കെ കുറേ സ്വപ്നം കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീലില്ലേ, അതേപോലെയാണ് ഈ ലസിതനെ കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയത്തും എനിക്ക് മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരിക്കൽ ആരാധിച്ച് അല്ലെ ഒരു റോൾ മോഡലാക്കി കാണാൻ ആഗ്രഹിച്ച, അവർ പറയുന്നു അവരെൻ്റെ കൂടെ നിന്നു, സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നു കേട്ടോ. എനിക്കറിയില്ല, കാരണം ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ വന്ന് പോയി സെൽഫി എടുത്ത് പോകുന്നതാണ്. പക്ഷെ ആളെ ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, എന്നോട് ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ടാവും, സെൽഫി എടുത്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവർ പറയുന്നത് എൻ്റെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് അവരെ നേരിൽ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ്ലി അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ട സമയത്തും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായി. എൻ്റെ മകളുടെ പിറന്നാൾ ഈ ഒരു മാസം വരെയാണ്. അപ്പം ആരും ഞങ്ങൾക്കാർക്കും കഴിക്കാനും ആരും വരാനും പോകാനും ഒന്നുമില്ല. വരുമോ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാര്യം എന്താ വെച്ചാൽ മക്കളുടെയൊക്കെ മുമ്പിൽ ഉമ്മാനെ വേദനിപ്പിച്ചൊരു വ്യക്തിയായിട്ടാണ് അവൾ നിന്നത്. കാരണം ലസിത കാരണം ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. മോളും ഒരുപാട് എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൻറ്റി ക്രൂരയല്ല, സോഫ്റ്റാണ് എന്ന് എനിക്ക് മക്കളെയും കൂടി ഒന്ന് പ്രൂവ് ചെയ്യിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. 28-ാം തീയതി ആയിരുന്നു എൻ്റെ പിറന്നാളൊക്കെ. അന്നപ്പോഴേക്കാണ് ഗുരുവായൂരത്തെ ഈ വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ണനത് ആവാഞ്ഞിട്ടായിരിക്കാം, മേ ബി, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏതായാലും വീണ്ടും ഞങ്ങൾ ഉടക്കിലേക്ക് ഇറങ്ങി. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിനകത്ത് വിഷമം ഉണ്ടാവാറുണ്ട്. അയ്യോ, ഞാൻ ഒരിക്കൽ വേദനിച്ചത് പോകണം, അവരുടെ മനസ്സും വേദനിക്കില്ലേന്ന്. പക്ഷെ അന്ന് സംസാരിച്ച സമയത്ത് ഭയങ്കര ബോൾഡാണ്, ഈ ടേക്ക് ഇറ്റ് ഈസി മാൻ എന്നൊക്കെയാണ്. പക്ഷേ എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും, എന്ത് ടേക്ക് ഇറ്റ് ഈസി മാൻ എന്ന് പറഞ്ഞാൽ പോലും
എന്തൊരു നെഗറ്റീവ് നമ്മളെക്കുറിച്ച് പറയുമ്പോഴും ആര് തന്നെ പറയുമ്പോഴും നമുക്ക് ഉള്ളിൻ്റെ അകത്ത് ഒരു വിഷമം ഉണ്ടാവും. എനിക്ക് അതേപോലെ വിഷമമുണ്ട്, അത് പറഞ്ഞ കാര്യമല്ല. എന്നാലും ഞാൻ ട്രോൾ ചെയ്ട്ടോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ട്രോളാതിരുന്നൂടെ എന്ന് ചോദിക്കും. ഞാൻ കഴിയുന്നതും വിട്ടേക്കും. പക്ഷേ എന്നെ നിരന്തരം ഇങ്ങനെ എൻ്റെ നേരെ ഒരു 10 വീഡിയോ ചെയ്യുമ്പോൾ തിരിച്ചൊരു വീഡിയോ ചെയ്യുന്നത് മാത്രമേ കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യാറുള്ളായിരുന്നു. അത്രയും ഞാൻ ചെയ്യാറുള്ളായിരുന്നു. അത് ഈ ഒരു കാര്യം കൊണ്ടാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, അതൊരു പാവം പെണ്ണുങ്ങളാണ് എന്നുള്ളത് എനിക്കറിയാം. അത്രേ എനിക്കറിയുള്ളൂ. അപ്പം ലസിതയുടെ കമൻറ്റ് നമുക്ക് വായിക്കാം. ലസിത പാലക്കൽ 6205. ഞാൻ ഒരു ഹിന്ദു ആണ് മോളെ, നീയോ? അതിനുള്ള മറുപടി എനിക്ക് തരാൻ പറ്റൂല ലസിത. കാരണം ഞാൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഹിന്ദു അല്ല. ഞാൻ മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിമുമല്ല. നീ ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്ത്യനുമല്ല. ഇന്ന് എന്നോട് ജാതി ചോദിച്ചാൽ, അല്ലെ എന്നോട് മതം ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ, ഞാൻ മനുഷ്യനാണ്, അല്ലെ ഞാനൊരു സ്ത്രീയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്നോട് ഇന്നും ഒരാൾ ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ മതം മാറിയിട്ട് കണ്ണനെ നേരിട്ട് കണ്ടൂടെ? കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചുറ്റിലുള്ള ആൾക്കാർ, ഈ ചുറ്റിലുമുള്ള ആൾ എന്ന് പറയുന്നത്, ഒന്നാമത് എൻ്റെ മക്കൾക്ക് 18 വയസ്സാവണം. അതിന് മുമ്പ് ഞാൻ മതം മാറിയാൽ അവർ 18 വയസ്സായി അവർ പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവരെന്നെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്കതിനൊരു ഉത്തരം കൊടുക്കാനുണ്ടാവില്ല. നേരെ മറിച്ച് അവർ എന്താ പറയുക, പ്രായപൂർത്തി എത്തിയ കുട്ടികളാണ്. അവരോട് പറഞ്ഞാൽ അവർക്ക് ഓക്കെ, അവർക്ക് സമ്മതമാണെങ്കിൽ ഓക്കെ, എനിക്ക് ചെയ്യാം. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ മാതാപിതാക്കൾ എന്ന്, അച്ഛനും അമ്മയും എന്ന് പറഞ്ഞത് പലർക്കും അതായിരിക്കും കേൾക്കാൻ സന്തോഷം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഉമ്മയും വാപ്പയും ജന്മം നൽകി ഇത്രത്തോളമാക്കി അവരെ ഈ ഒരു കാരണം കൊണ്ട്, മകളുടെ ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് ഞാൻ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ ഒരു കാര്യത്തിന് മുതിരാത്തത് ലസിത. അല്ലെങ്കിൽ എന്നോ എൻ്റെ വാശി നിങ്ങൾക്കൊന്നൊക്കെ അറിയാനിട്ടാണ്. വാശി പിടിച്ചാൽ ഭയങ്കര വാശിക്കാരിയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞതാട്ടോ. ഈ കാലം നമ്മളെ പലതും പഠിപ്പിക്കുമല്ലോ, അതേപോലെ ഈ വാശിയുടെ കാര്യവും കുറഞ്ഞതാണ്. നേരി കണ്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം ഈ പുള്ളനോടായിരുന്നു ഞാൻ പറയാം, എടി ഡേശു മോളെ, ഞാൻ എൻ്റെ കണ്ണനെ കണ്ടടി എന്ന് ഞാൻ പറയുമായിരുന്നു. അത് പറയും ഞാൻ. എനിക്ക് ആയുസ് മുന്നോട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മക്ക് 55 വയസ്സായിരിക്കും, വാപ്പാക്ക് 65 വയസ്സായിരിക്കും, അവർക്കൊക്കെ ഇത്ര കാലം എന്നുണ്ട്. ആ കാലം കഴിയട്ടെ, ഞാൻ കയറി കാണും. ഞാൻ ജീവനോടെ ഉണ്ട്, എന്നെ ആരും വെട്ടി കൊന്നിട്ടില്ല വെച്ചാൽ, ഞാൻ സ്വയം ചത്തിട്ടില്ല വെച്ചാൽ, ഞാൻ ജീവനോർക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കണ്ണനെ കയറി കാണും. കണ്ണൻ്റെ മത ആചാരപ്രകാരം ഞാൻ കണ്ണനെ കയറി കാണും. അപ്പം അവൾ എല്ലാത്തിനും കെട്ട ഒരു ഐറ്റമാണ്. സത്യം, ഞാൻ എല്ലാത്തിനും കെട്ട ഒരു ഐറ്റമാണ്. നിനക്കതറിയാഞ്ഞിട്ടാ? നീ ഹിന്ദുവോ? നീ എന്താ വർഗീയ വിഷമല്ലേ, വർഗീയ വിഷമല്ലേ, ജന്തുവല്ലേ എന്നാണ് യുവ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്ന് കമൻറ്റ് പോയത്. മറ്റേത് എന്താ പറയുക, നാമി NAAMI കേട്ടോ. യുവ കൊടുത്തിരിക്കുന്നത് അങ്ങനെ, യുവ ആർട്ട് 3464. വർഗീയ ജന്തു തന്നെ, അത് ആളുടെ ഇതാണ്. അപ്പം യുവ ആർട്ട്, അതേ ജസ്ന, എൻ്റെ പൊന്നാര മോളെ, ജസ്നയ്ക്ക് 2 ഫോണുള്ളത്. ഒന്നിൽ നിനക്ക് ജസ്ന സലീം എന്നും കാണാം, പുതിയ ഫോണിൽ ജസ്ന അരുൺ എന്നും കാണാം. കാരണം ജസ്ന സലീം എന്നുള്ള ഇമെയിൽ ID വെച്ചിട്ട് തന്നെ കൊച്ച് ആൻഡ്രോയിഡ് ആണല്ലോ ഉപയോഗിക്കാറ്. അതുകൊണ്ട് കൊച്ചിന് അറിയാത്തത് കൊണ്ട് ഞാൻ ഐഫോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ പുതിയൊരു ഐഫോൺ എടുക്കുക വെച്ചാൽ നമുക്കതിൻ്റെ ഇമെയിൽ ID-യും പാസ്വേഡും അറിയാമെങ്കിൽ ജസ്റ്റ് അതൊന്ന് നമ്മൾ മറ്റേ ഫോണിലേക്കൊന്ന് അടിച്ചു കൊടുത്താൽ മതി. A to Z നമ്മുടെ ഈ ഫോണിൽ എന്താണോ ഉള്ളത് അതൊക്കെ നമ്മൾ ഈ ഫോണിലേക്ക് കിട്ടും. അപ്പം ജസ്നക്ക് ഒറ്റ ഇതായിരുന്നു. ഒന്നെങ്കിൽ നിനക്ക് കാണാം ജസ്ന സലീം എന്ന് കാണാം, അല്ലെ ജസ്ന അരുൺ എന്ന് കാണാം. അല്ലാതെ എനിക്ക് വേറൊരു ഇതില്ല.
യുവ ആർട്ട് 3466. അതെ, നീയാണ് മോനെ അരുണേ. ആ, ഒരാൾ പറയുന്നത് ജസ്റ്റിയാണ്, ഒരാൾ പറയുന്നത് അരുണാണ്. മാമാ ഒന്ന് വന്നേ, വെയിറ്റ് മാಡು. അടുത്തത് യുവ. നിന്റെ ഉമ്മാൻ്റെ ചരിത്രമാണോ നിനക്ക്? യുവ ചോദിക്കുന്നതാണ്. നിന്റെ ഉമ്മാൻ്റെ ചരിത്രമാണോ നിനക്ക്? ഇത് കുറേ ഉണ്ട്. അപ്പോൾ ഷെബീന, നിന്റെ അരുണിൻ്റെ ഉമ്മാക്ക് കൊടുക്ക്, നീ സുഖിച്ചില്ലേ കുറച്ച്, ഇനി ഉമ്മാക്ക് കൊടുക്കടി വേശി. അപ്പോൾ അരുണേട്ടൻ തന്നെയാണോ? അരുണേട്ടാ, വാട്ട് ഈസ് യുവർ നെയിം? ഇംഗ്ലീഷ് പറയണ്ടല്ലേ, നമുക്ക് മലയാളം സംസാരിക്കല്ലേ. നിന്റെ ഇമെയിൽ ID എന്തുവാ? ഒന്ന് നോക്ക്. അരുണിക്ക് ഉണ്ടാവും. എത്ര ഫോണുണ്ട്? യുവ ആർട്ട് വർക്ക് താങ്കളുടേതാണോ? ആണോ? എനിക്ക് യുവ ആർട്ട് വർക്ക് ഉണ്ടോ? ഇങ്ങനെ എന്നിട്ട് ഇതിൽ കമന്റ് ഇട്ടത് നീയാ? ഏതു ആടേ? യുവ ആർട്ട് വർക്ക്. പിന്നെ അതല്ല ഇത് പറയുന്നത്. യുവ ആർട്ട് വർക്ക് ഞാൻ നിർത്തി വെക്ക്. യുവ ആർട്ട് വർക്ക് ജസ്നയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ലസിത വന്നു. അതും ഒരു സത്യമാണ്. അടുത്ത ആള് പറഞ്ഞു, അടുത്ത ആള് പറയുന്നത് അത് അരുണിൻ്റെതാണ്. നിന്റേത് അങ്ങനല്ല, നിന്റെ ഗർഭം അങ്ങനല്ല. നിനക്കൊരു കമന്റ് ഉണ്ട്, വേണ്ട ഇനിയിപ്പോ തോന്നിയ ദിവസം പറയും. ആവൂല, ഞാൻ ഓനിപ്പോ ലൈവ് കൊണ്ടുവരാണ്ടിരിക്കുക. സബീന പറയുന്നു. ഇനി വർഗീയും എന്തെന്നാ അടിച്ചത് എൻ്റെ പൊന്നെ. വർഗീയയും ആയാലും അല്ലേലും അവൾ ഹിന്ദുവാണ്. വർഗീയവാദിയാണെങ്കിലും അല്ലെങ്കിലും അവൾ ഹിന്ദുവാണ്. ലസിത ഹിന്ദു അല്ലാന്നപ്പോൾ അവൾ ആരെങ്കിലും പറഞ്ഞോ? ലസിത ഹിന്ദു ആയിരിക്കും, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് ഞാൻ ഹിന്ദു ആണെന്നും ഞാൻ മുസ്ലിം ആണെന്നും എവിടെയും ഇപ്പം പറയാറില്ല. ദാറ്റ്സ് ഓൾ മൈ ഭാഗം. നൂർജഹാൻ, ഒരു സംശയം മുസ്ലിം എന്നോ? ഗുരുവായൂർ കയറാൻ പറ്റുമോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഓക്കെ നസ്രിയ, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. ഗുരുവായൂർ നടപ്പന്തലിൽ എന്ന് വെച്ചാൽ ഗുരുവായൂർ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം മതസ്ഥർക്ക് അല്ലെ അന്യ മതസ്ഥർക്ക്, അഹിന്ദുക്കൾക്ക്, ഹിന്ദു അല്ലാത്ത ആൾക്കാർക്ക് ഗുരുവായൂർ ഒരു ലിമിറ്റ് വരെ പോവാം. അതിനപ്പുറം ഗുരുവായൂരേക്ക് ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ പോവാൻ പാടില്ല. അതാണ് സംഭവം. അപ്പം അവിടെ ശരിക്കും പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് അവർ കറക്റ്റ് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കൾക്ക് കയറാൻ പാടില്ല എന്നുള്ള. ഈ പറഞ്ഞല്ലോ കുളത്തിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ട് ജാസ്മിൻ അത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കേട്ടില്ലേ, അതേപോലെ. അപ്പം നടപ്പന്തലിൽ പോവാം. ഇനിയിപ്പം ഇവൻ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇനിയിപ്പം എന്നെ നടപ്പന്തലിലേക്ക് കയറ്റിയിട്ടില്ലെങ്കിലും റോട്ടുമല വെച്ചിട്ടെങ്കിലും ഞാൻ ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. ഇനിയിപ്പം റോഡുമലേക്കും എനിക്ക് പോകാൻ വിലക്ക് വന്നു എന്ന് വെക്കുക. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ടെങ്കിലും, എനിക്ക് പലരും ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് മേരി നിട്ടിട്ടില്ലേ, മേരിയോ ചേച്ചിയോ ആരോ എന്തോ ആവട്ടെ. അപ്പം അതും ഞാൻ ഗുരുവായൂരപ്പാന്ന് വിളിക്കും. വേണ്ട കേട്ടോ, എനിക്ക് വീട്ടിലുണ്ട് കേട്ടോ, ഇവിടെ തന്നെയുണ്ട് ഗുരുവായൂരപ്പന്. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ഗുരുവായൂർ പോവാം.
പറ്റില്ല എന്ന്. ആരാ പറഞ്ഞത് പറ്റില്ല എന്ന്? ഒരു പരിധി വരെ. എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കല്ല, നടപ്പന്തലിൽ പോവാം. അവിടെ മറ്റു മതസ്ഥർക്ക് വിവാഹം കഴിക്കാനും പറ്റും. ഞാൻ സത്യം പറയാം, ഞാനും സലീമും തമ്മിൽ ഇതുവരെ നിയമപരമായിട്ട് വിവാഹിതരല്ല. എന്ന് വെച്ചാൽ പള്ളിയിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. അല്ലാതെ പഞ്ചായത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ഗുരുവായൂർ നടയെന്ന് കല്യാണം കഴിക്കണം എന്നുള്ളത്. ഇനി നടക്കുമായിരിക്കും. അവിടെ മറ്റു മതസ്ഥർക്ക് വിവാഹം കഴിക്കുന്നതിനൊന്നും ഒരു വിരോധവും ഇല്ല. ഒരു തുളസിമാല ചാർത്താനല്ലേ, ഞാൻ ചാർത്തും. പിന്നെ അടുത്തത് ശോഭ. കാണിക്കടി പുല്ല്. പുല്ലില്ല, പല്ലുണ്ട്. പുല്ലില്ല ശോഭാൻ്റെ കയ്യിൽ, പല്ലുണ്ടടി. ആബിദ സിറാജ്. എന്താ ലെവൽ എന്തോ അയച്ചത്? ലെവൽ രാധു അല്ലാന്നോ? എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. സൗണ്ട് പോകുന്നു ഗൈസ്, അരമണിക്കൂറായി. ഷബീന. നീ എന്താ നീ എന്താണേലും നിന്റെ സ്വഭാവം എന്താണേലും നീ പിന്നെയും പിന്നെയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വേശി തേവിടിച്ചി. അതെന്നാണ് ഷബീന എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഒരു തേവിടിച്ചിക്ക് മറ്റൊരു തേവിടിച്ചിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പിന്നെ ആബിദ സിറാജ്. നിരപരാധി അപരാധി പുതിയ വാക്ക് കണ്ടുപിടിച്ചു, ഒന്ന് പോടി. നിരപരാധി എന്നുള്ള അത് ഞാൻ കണ്ടുപിടിച്ചതല്ല പൊന്നെ, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് കണ്ടുപിടിച്ചതാണ്. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് ഇന്ത്യൻ പീനൽ കോഡ് അവർ ഇതാക്കിയതാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നിരപരാധിയാണ് എന്നെ അപരാധിയാക്കിയത് നിങ്ങളിൽ ചിലർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഏതായാലും എല്ലാവർക്കും ഇഷ്ടമാവാനൊന്നുമില്ല. നിങ്ങൾ Q&A ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ ഇതിന് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതിരിക്കാൻ ഈ കൈ മാത്രമല്ല കേട്ടോ കാര്യം, വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്തുവാന്നുള്ളത് വൈറ്റ് ആൻഡ് സീ. ഓക്കെ, 1:42 എനിക്ക് ഉറക്കമില്ല ഗൈസ്. ഞാനാണെങ്കിൽ മെഡിസിൻ എടുത്തിട്ടുണ്ട്, ഇനി റിപ്പീറ്റഡ് എടുക്കുന്നില്ല. അപ്പം വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് കാണുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ ഒക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റുകൾ എന്താണോ ഇടാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇടുക. എന്ത് വേണേലും ഇട്ടോളി. നിങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ 99.9% സ്ത്രീകളും അതും മുസ്ലിം നാമധാരികളും മാത്രമാണ് ഇട്ടത്. പിന്നെ ലസിത ഇതിൽ കയറി ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലസിതയുടെ ചങ്കും കരളുമാണ് ഈ പുള്ള. ഏത് വേശിപ്പുള്ള. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഓക്കെ.